ചെമ്പനീർ പൂവ് സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീകാന്ത് ഇങ്ങനെ ഇരുന്ന് ആകെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങോട്ടേക്ക് വർഷ ചായ എടുത്തിട്ട് വരികയാണ്. ഹലോ ഹസ്ബൻഡ്, ഇതാ ചായ. ഇന്ന് ഞാൻ ചായ ഉണ്ടാക്കി തന്നെന്ന് കരുതിയിട്ട് എന്നും ഇത് പ്രതീക്ഷിക്കേണ്ട. കിച്ചൺ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നിന്റെ സെക്ഷനാണ്. ഞാൻ അതിലൊന്നും തലയിടാൻ വരികയേയില്ല. ചായ എങ്ങനെയുണ്ട്, കൊള്ളാവോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കൊള്ളാം എന്ന് പറയണേ. അതുപോലെ നിനക്ക് ചിരിച്ചിട്ട് പറഞ്ഞൂടെ? ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് ചിരിച്ചുകൊണ്ട് നന്നായിട്ടുണ്ടെന്ന് പറയാണേ. ഹാവൂ, രാവിലെ മുതൽ ഞാൻ ഈ ചിരിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. കല്യാണം ആയതോട് കൂടിയിട്ട് അതൊക്കെ പോയോന്ന് ഞാൻ വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തിന്റെ മടിയിൽ കിടക്കുകയാണ് കേട്ടോ വർഷ. തുടർന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഒട്ടും ഭയമില്ലേ എന്നുള്ള കാര്യം. എന്തിന്? നിന്റെ കൂടെ നിൽക്കാനോ? നമ്മളിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫല്ലേ, പിന്നെ ഞാനെന്തിനാ പേടിക്കുന്നത്? നിന്റെ അച്ഛനും അമ്മയെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് നിനക്ക് ഭയമൊന്നുമില്ലേ? അവർ നിന്നെ അന്വേഷിക്കില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവർ അന്വേഷിക്കുകയാണെങ്കിൽ അന്വേഷിക്കട്ടെ. കുറച്ചു നേരം അന്വേഷിച്ച് മടുക്കുമ്പോൾ അവർ കിടന്നുറങ്ങിക്കോളും. അവർക്ക് എന്നെ കാണാത്തതിലായിരിക്കില്ല പ്രശ്നം, ആ ലൂസിന്റെ കൂടെ എന്നെ കല്യാണം കഴിപ്പിച്ച് വിടാത്തതിന്റെ ടെൻഷനായിരിക്കും. അവര് എന്റെ ഇമോഷൻസിന് ഒരു വിലയും തന്നിട്ടില്ല, പിന്നെ ഞാനെന്തിനാ അവരെ കുറിച്ച് ചിന്തിക്കുന്നത്? നീ ഇങ്ങനെ കല്യാണം കഴിച്ച് പോകുന്നതുകൊണ്ട് അവർക്ക് അഭിമാനക്ഷത ഏറ്റിട്ടുണ്ടാവില്ലേ? സൊസൈറ്റിയിൽ ഒരുപാട് പേര് അവരെ നോക്കി ചിരിക്കുന്നുണ്ടാവില്ലേ? എന്റെ വീട്ടിലും എല്ലാവർക്കും അപമാനമായിരിക്കും. ഇത് കേൾക്കുമ്പോൾ വർഷ ചാടി എണീറ്റിട്ട് പറയുന്നുണ്ട് കേട്ടോ, നീ എന്താ ഇപ്പൊ 90s പഴയ ഹീറോസിനെ പോലെ സംസാരിക്കുന്നത്? നമ്മൾ സ്നേഹിച്ചു, അത് വീട്ടിൽ പറഞ്ഞു, അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. നമുക്കിഷ്ടമായത് കൊണ്ട് നമ്മൾ കല്യാണം കഴിച്ചു, അത്രേ ഉള്ളൂ, സിമ്പിൾ. ഇതിലെങ്ങനെ അവരുടെ മാനം പോകാൻ പോകുന്നത്? പാരന്റ്സിന്റെ മര്യാദയൊക്കെ അവരുടെ മക്കളുടെ കല്യാണത്തിലാണോ ഉള്ളത്? നീ കൂടുതലായിട്ട് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. 2 ദിവസമൊക്കെ അവർക്ക് നമ്മളോട് ദേഷ്യം ഉണ്ടാവും, പിന്നീട് ആ ദേഷ്യമൊക്കെ അടങ്ങിക്കോളൂ. അവര് തന്നെ വീട്ടിലോട്ട് വരാൻ വേണ്ടി പറയും, അത്രേ ഉള്ളൂ. അവിടെ എന്താ നടക്കുന്നതെന്നുള്ള കാര്യം ആലോചിച്ചിട്ട് എനിക്കെന്തോ ടെൻഷൻ ആവുന്നുണ്ട്, ഞാനൊന്ന് കോൾ ചെയ്ത് നോക്കട്ടെ എന്നുള്ള കാര്യം പറയുമ്പോൾ വർഷ പറയുന്നത്, നീ എന്താ ഞാൻ പറയുന്നത് കേൾക്കാത്തത്? നമ്മൾ മൊബൈൽ ഓണാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് നമ്മൾ എവിടെയുള്ളതെന്നുള്ള കാര്യം മനസ്സിലാകും. ഉടനെ തന്നെ അവർ വന്നിട്ട് വെറുതെ ഇഷ്യൂ ഉണ്ടാക്കും. ഒരു 2 ദിവസത്തേക്ക് നീ വീടിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഒന്ന് നിർത്തിവെക്കേ. നമ്മുടെ ലൈഫിൽ ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം, മനസ്സിലായോ? ഇനിയും അടുത്തടുത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വർഷ ആ ചായയുടെ ഗ്ലാസ്സും മേടിച്ചിട്ട് അവിടുന്ന് പോവാണ്. പോലീസ് സ്റ്റേഷന്റെ അവിടെയാണ് കേട്ടോ കാണിക്കുന്നത്. രേവതി അവിടെ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് സച്ചി ഫുഡ് മേടിച്ചിട്ട് വരുന്നത്. സച്ചി ഫുഡ് ഉള്ളിൽ കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഹോട്ടലാണെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസ്പെക്ടർ സാറ് ചീത്ത പറയുന്നുള്ള കാര്യം പറയുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, സർ നിങ്ങൾ ആരെങ്കിലും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കില്ല എന്നുള്ള കാര്യം. അതിന് ആള് പോയിട്ടുണ്ടെന്ന് പറയാണേ. ഇത് കേട്ട സച്ചി, സർ നിങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഭക്ഷണം മേടിച്ചുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനത് ശരിയാവില്ല, ഹെൽത്തിന് പ്രശ്നം വരും, അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കണം എന്ന് പറയുമ്പോൾ ഇൻസ്പെക്ടർ സാർ കണ്ടു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായിരിക്കും. തുടർന്ന് ചന്ദ്രമതി പറയുന്നുണ്ട്, സർ അവർ നേരത്തിന് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് തലചുറ്റൽ വരും, മരുന്നും കഴിച്ചിട്ടില്ല, ദയവ് ചെയ്തിട്ട് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കണം. അപ്പോൾ ആ പോലീസുകാരൻ പറയുന്നുണ്ട്, ശരി പെട്ടെന്ന് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് സച്ചി ഫുഡ് കൊടുക്കുകയാണ്. അച്ഛ കഴിക്കുന്ന പറയുമ്പോൾ ഇങ്ങനെ മുഖം തിരിച്ചിരിക്കുകയാണ് കേട്ടോ രവി. ഞാൻ തന്നെ കഴിപ്പിച്ചുതരാം, ഞാൻ തന്നെ വാരിത്തരാം എന്ന് പറഞ്ഞിട്ട് സച്ചി വാരി കൊടുക്കുന്ന സമയത്ത് കഴിക്കുന്നില്ല, എനിക്ക് വേണ്ട എന്ന് പറയണേ. അച്ഛ ഒരിത്തിരിയെങ്കിലും കഴിക്കുന്ന പറയുന്നുണ്ട്. അതേസമയം ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയും എല്ലാവരും പറയാണ് കേട്ടോ, എത്ര നേരം വിശന്നിരിക്കുക അച്ഛ, ഒരു വായെങ്കിലും കഴിക്കുമെന്ന് പറയാണ്. നീ എന്തിനാ ഭക്ഷണം വാങ്ങിക്കൊണ്ട് വന്നെന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അച്ഛ കഴിക്കച്ച എന്ന് പറഞ്ഞ് വീണ്ടും നിർബന്ധിക്കുമ്പോൾ രവീന്ദ്രൻ കൈയങ്ങ് തട്ടുകയാണ് കേട്ടോ ഫുഡ്. അപ്പോൾ ചന്ദ്രമതി ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ്. സച്ചിക്കും ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. അവസാനം ഫുഡൊക്കെ കൂടെ കവറിനകത്ത് കെട്ടിയിട്ട് വേസ്റ്റ് ബിന്നിൽ കൊണ്ടിങ്ങോട്ട് പുറത്ത് കളയാണ്. അവിടുന്ന് രേവതി അച്ഛൻ എന്നൊക്കെ പറയുമ്പോഴേക്കും എന്താ ഇവിടെ നോക്കി നിൽക്കുന്നത്, എൻ്റെ അച്ഛനെ എങ്ങനെ ഇറക്കേണ്ടതെന്നുള്ള കാര്യം എനിക്കറിയാം, ആദ്യം നീ ഇവിടുന്ന് പോകാൻ നോക്കുമെന്ന് പറയണേ. തുടർന്ന് സച്ചി കുറച്ച് വെള്ളം കൊണ്ടേ കൊടുത്തിട്ട്, അച്ഛ ഇച്ചിരി വെള്ളമെങ്കിലും കുടിക്കച്ച എനിക്ക് വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ രവീന്ദ്രൻ വെള്ളം മേടിച്ച് കുടിക്കുന്നുണ്ടേ. ഇതെല്ലാം കണ്ടിട്ട് ചന്ദ്രമതി ഇങ്ങനെ കരഞ്ഞു നിൽക്കുമ്പോൾ, അമ്മേ ഞാൻ ഭക്ഷണം എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരട്ടെ അമ്മയ്ക്ക് എന്നുള്ള കാര്യം ചോദിക്കുകയാണെ ശ്രുതി. അവർ കഴിക്കാണ്ട് എങ്ങനെയാണ് എനിക്ക് കഴിക്കാൻ വേണ്ടി പറ്റുക, എനിക്കൊന്നും വേണ്ട എന്ന് പറയണേ. അമ്മ ശ്രുതിയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോയിക്കോളൂ, ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ അവരിവിടെ കിടക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് പോവുക, ഞാൻ എങ്ങോട്ടും ഇല്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടെ തന്നെ ഇരിക്കുകയാണ്. രാത്രി പോലീസ് സ്റ്റേഷനിൽ സച്ചിയാണെന്നുണ്ടെങ്കിൽ സെല്ലിൻ്റെ അരികിൽ തന്നെ ഇരുന്നിട്ട് രവീന്ദ്രൻ ഇങ്ങനെ വീശി കൊടുത്തിട്ട് രവീന്ദ്രൻ ഇങ്ങനെ സെല്ലിൻ്റെ അവിടെ കിടന്നിങ്ങനെ ഉറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അതേസമയം രേവതി മാത്രം പുറത്തും പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലിരിക്കുകയാണ്. ചന്ദ്രമതിയും സുധിയും ശ്രുതിയും എല്ലാവരും പുറത്തു നിന്നുകൊണ്ട് രേവതിയാണെങ്കിൽ ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ കിടന്നിട്ട് ഉറക്കമൊന്നും വരുന്നില്ല. ശ്രുതി ഉറങ്ങിയെന്ന് മനസ്സിലാക്കിയും കൊണ്ട് എന്തായാലും ഫോണൊന്ന് ഓണാക്കി നോക്കാം എന്ന് പറഞ്ഞിട്ട് താഴെ പോയിട്ട് ഫോൺ ഓണാക്കുമ്പോൾ രേവതി ഒരുപാട് മിസ് കോൾ ഇട്ടതായിട്ട് കാണുന്നുണ്ട് കേട്ടോ.
അങ്ങനെ മിസ് കോൾ മാത്രമല്ല ഒരു മെസ്സേജും കാണുന്നുണ്ട്. ഏട്ടത്തി എന്തോ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പൺ ആക്കി നോക്കുകയാണ്. നിനക്ക് എന്നോട് ഇച്ചിരിയെങ്കിലും മര്യാദ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നീ എന്നെ വിളിക്കണമെന്നാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അങ്ങനെ ശ്രീകാന്ത് രേവതിയുടെ ഫോണിലേക്ക് വിളിക്കാൻ കേട്ടോ. കോൾ കണ്ടോടെ തന്നെ രേവതി എടുക്കുന്നുണ്ട്. എന്താ ശ്രീകാന്ത് നീ ഇങ്ങനെ ചെയ്തത്? നിന്നെ വിശ്വസിച്ചിട്ടല്ലേ ഞാൻ അവിടുന്ന് പോകുന്നത്. എന്താ ശ്രീകാന്ത് നീ ഇങ്ങനെ ചെയ്തെന്നൊക്കെ ചോദിച്ചും കണ്ട് രേവതി കരയുമ്പോൾ ഏട്ടത്തി കരയല്ലേ, എൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയി ഏട്ടത്തി എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് നല്ലത് വരണമെന്ന് വിചാരിച്ചിട്ടാണ് നിന്റെ കൂടെ ഞാൻ അമ്പലത്തിലേക്ക് വന്നത്. അവിടെ നീ എന്നെ പറ്റിച്ചു. വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് നീ എന്താടാ വരാണ്ടിരുന്നത്? നീ ഇത്രയും സെൽഫിഷ് ആണെന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ശ്രീകാന്ത്. കുടുംബത്തെക്കുറിച്ചോ നിന്റെ അച്ഛനെ കുറിച്ചോ നീ ഇത്തിരിയെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിയോ? ഇത്രയും മനസാക്ഷിയില്ലാണ്ട് പോയല്ലോടാ നിനക്ക്. നീ ഒരാൾ കാരണം അച്ഛൻ എന്തോരം മാനം കെട്ടിട്ടാ നിൽക്കുന്നെന്നുള്ള കാര്യം നിനക്കറിയോ? അച്ഛൻ എന്താ സംഭവിച്ചത് ഏട്ടത്തി? നീ കാരണം അച്ഛൻ ഇപ്പൊ പോലീസ് സ്റ്റേഷനിലുള്ളത്. അവരെ ലോക്കപ്പിലിട്ടിരിക്കുകയാണ്, അറിയോ നിനക്ക്? എന്താ ഏട്ടത്തി പറയുന്നത്? അച്ഛൻ എന്തിനാ ലോക്കപ്പിലിട്ട് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പോൾ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കില്ലേ ശ്രീകാന്ത്? വർഷയുടെ അച്ഛൻ അവളെ കടത്തിക്കൊണ്ടുപോയത് അച്ഛനാണെന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് കൊടുത്തു. മനസ്സ് തകർന്നിട്ടാണ് ഇപ്പം ഉള്ളിൽ കിടക്കുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അച്ഛനെ നീ കൊണ്ട് നിർത്തിയില്ലേ ശ്രീകാന്ത്? ഇത് കേട്ട ശ്രീകാന്ത് സോറി ഏട്ടത്തി, ഇങ്ങനെയൊന്നും നടക്കുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതേയില്ല. അതുകൊണ്ട് ഇപ്പൊ കുടുംബത്തിലെ എല്ലാവരും ഇവിടെ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. ഉടനെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരണം. നീ വന്നാൽ മാത്രമേ അച്ഛനെ പുറത്തിറക്കാൻ പറ്റുള്ളൂ. നീ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ എത്തണം. ഇനിയിപ്പം നീ വരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ എങ്ങനെ ഇവിടെ വരുത്തണം എന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കാണാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ വരുമല്ലോ. ഇങ്ങനെയൊന്നും പറയരുത് ഏട്ടത്തി. ഇതാ വരുവാണ് ഏട്ടത്തി, ഈ സത്യമായിട്ട് ഞാൻ എന്തായാലും വരും. അങ്ങനെ ഫോൺ വെച്ചിട്ട് ഉടനെ തന്നെ ശ്രീകാന്ത് ഓടിപ്പോയിട്ട് വർഷേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണേ. എന്ത് പറ്റി ശ്രീകാന്ത്? ഉടനെ തന്നെ റെഡിയാവ്, നമുക്ക് പോകണം. എങ്ങോട്ടെന്നുള്ള കാര്യം ചോദിക്കും. എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകണമെന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ രണ്ടുപേരെയും പിരിക്കും. കുറച്ച് ദിവസം കഴിയട്ടെ ശ്രീകാന്ത് എന്ന് പറയുമ്പം പറയുന്നത് കേൾക്ക്. നിന്റെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ പേരിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ അച്ഛനെ സ്റ്റേഷനിൽ വെച്ചിരിക്കുകയാണ്. ഞാൻ കാരണമാണ് എൻ്റെ അച്ഛന് ഈ അവസ്ഥ വന്നത്. എല്ലാം എൻ്റെ തെറ്റാണ്. നമ്മൾ വീട്ടിലേക്ക് പോകണമായിരുന്നു. നമ്മൾ പോയാലും ആരും കേൾക്കില്ല എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുന്നത് വർഷേ നീ? എൻ്റെ അച്ഛൻ ഞാൻ കാരണമാണ് ലോക്കപ്പിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ പോകണം, നമ്മൾ പോയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോവാണേ. അത് കഴിഞ്ഞ് ഇൻസ്പെക്ടർ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ സച്ചിയാണെങ്കിൽ സെല്ലിൻ്റെ അവിടെയാണല്ലോ ഇരിക്കുന്നത്. അതിൽ സെല്ലിലുള്ള ഒരാൾ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇവരെ ഈ സെല്ലിലിട്ടിരിക്കുന്നത്? എന്തെങ്കിലും മോഷണ കേസോ മറ്റതാണെന്ന് ചോദിക്കുമ്പോൾ സത്യമായിട്ട് പറയാം, നിന്നെ ഞാൻ വെച്ചേക്കില്ല. എൻ്റെ അച്ഛൻ നല്ലൊരു മനുഷ്യനാണ്, അനാവശ്യം പറയരുതെന്ന് പറഞ്ഞിട്ട് കൈ സെല്ലിനുള്ളിൽ കൂടെ ഇടുന്ന സമയത്താണ് കേട്ടോ കമ്മീഷണർ അത് കണ്ടുകൊണ്ട് വരുന്നത്. എന്താ ഇവിടെ എല്ലാം കൂടി ചെയ്യുന്നത്? ഇവരൊന്നും പറഞ്ഞു വിട്ടില്ലേ? പെണ്ണുങ്ങളൊക്കെ ഈ സമയത്ത് ഇവിടെ നിർത്തിയിരിക്കുകയാണോ? എല്ലാവരും പുറത്തു പോയെന്ന് പറയാണ് കേട്ടോ ഇൻസ്പെക്ടർ. അപ്പോഴാണ് നമ്മുടെ രേവതി അങ്ങോട്ട് ഉള്ളിലേക്ക് കയറി വരുന്നത് കേട്ടോ. എന്നിട്ട് എൻ്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അത് ശ്രീകാന്ത് തന്നെ ഇവിടെ വന്നിട്ട് പറയും. അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് എല്ലാവരും ഞെട്ടിച്ചരിച്ച് നിൽക്കുകയാണ്. ആര്? ആ പെണ്ണിനെ കടത്തിക്കൊണ്ടു പോകുന്നവനാണോ വന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, സർ അവളെ ആരും കടത്തിക്കൊണ്ടു പോയതല്ല, അവൾ അവളുടെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ചതാണ്. അവർ രണ്ടുപേരും കൂടി ചേർന്ന് ഇപ്പോൾ വരുന്നുണ്ട്. സർ ദയവ് ചെയ്തിട്ട് എൻ്റെ അച്ഛനൊരു തെറ്റും ചെയ്തിട്ടില്ല, വിടണോ എന്നുള്ള കാര്യം പറയുമ്പോൾ ആദ്യം അവർ വരട്ടെ എന്നിട്ട് വിടാം എന്ന് പറഞ്ഞിട്ട് ഇൻസ്പെക്ടർ പോകുന്ന സമയത്ത് അവിടെയുള്ള അവരുടെ അടുത്ത് പറയുന്നുണ്ട്, മധുസൂദനന്റെ അടുത്ത് മഹിമയുടെ അടുത്ത് വരാൻ വേണ്ടി പറയാനേ. സമയം കഴിയുമ്പോഴേക്ക് തന്നെ അങ്ങോട്ടേക്ക് ശ്രീകാന്തും അതുപോലെ വർഷയും കൂടി എത്തുന്നുണ്ട് കേട്ടോ. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.